കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. I greet you all in the maternal name of Lord our Savior Jesus Christ. ഇന്ന് അല്പസമയം നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ As we are going to meditate the Lord's word, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. let us be in prayer for attitude that the Holy Spirit will speak to us this morning. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യം. Matthew chapter 25 verse 21. പെട്ടെന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യം. Gospel according to Matthew chapter 25 verse 21. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ജീവിതത്തിൽ കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. There will be a day that we have to give an account of everything. നമുക്കെല്ലാവർക്കും കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. There will be a day that all of us have to give an account of everything. ഒരു കമ്പനിയിലോ സ്ഥാപനത്തിലോ നാം ജോലി ചെയ്യുകയാണെങ്കിൽ When we are working in a firm or a company, നമ്മളുടെ ജോലിയുടെ പെർഫോമൻസ് എപ്പോഴും ആൾക്കാർ നോക്കും. people look at the way that we work. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ജോലി ചെയ്തില്ലെങ്കിൽ, If we are not doing the work as they wish to, നമ്മളെ വിളിച്ച് നമ്മുടെ സീനിയറായിട്ടുള്ള അതിൻ്റെ മാനേജർമാർ നമ്മളെ വാൺ ചെയ്യും, നമ്മളെ പല കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. the people who are higher in authority of us will look into our work, and if they're not satisfied, they will warn us for what we are doing. അതുപോലെ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യണമെന്ന് അവർ കർക്കശമായി നമ്മോട് പറയും. So they will tell us that strictly that these are the things that you have to do and you must follow it. ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിലും. Similarly in the spiritual life too. നമ്മൾ ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക. So this morning let us think about ഈ it. ഭാഗം നമ്മൾ വായിപ്പാൻ ഇടയായി തീർന്നത് What we read just now is താലന്തുകളുടെ ഉപമയെ കുറിച്ച് പറയുന്ന ഭാഗത്തിന്റെ അവസാന സൈഡാണ് നാം വായിച്ചത്. the part that we just read is about a parable telling about the talents. ഇന്ന് പകലിൽ നമ്മളൊന്ന് സ്വയം വിചിന്തനം ചെയ്യുക. Let us examine ourselves this morning. എന്താണ് വിചിന്തനം ചെയ്യേണ്ടത്? What is that we have to examine? ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തത പുലർത്തിയിട്ടുണ്ടോ? Have I been faithful in the things that the Lord has bestowed in me to be doing? ഒരുപക്ഷെ നമുക്കിത് ചോദിക്കുമ്പോൾ അത്ര താല്പര്യമുള്ള ഒരു ചോദ്യമല്ല. We might not be pleased to hear this kind of എന്നാൽ ഈ question. വർഷാവസാനത്തിന്റെ ഇന്നത്തെ ദിവസം രാവിലെ ഞാനിങ്ങനെ ദൈവവചനം എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്ന ഒരു ചിന്താഗതിയാണ്, ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് കഴിഞ്ഞു. And the thing that what happened this morning when I came to prepare the word of God, this was the topic that came to my mind. Are we able to, or did we ever thought of sincerity in our work that God has bestowed in us? നമ്മളുടെ ഭൗതിക കാര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും ഒരു 80% അതിലധികമോ വിശ്വസ്തയോടെ ചെയ്തു തീർക്കുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. Maybe it would be possible for us to do the things according to the worldly needs in a perfection of 80%. അല്ലെ മറ്റു പലരും അതിൽ കൂടുതലും ചെയ്തിട്ടുണ്ടാകാം. Maybe some people would have done more than that. എന്നാൽ But ആത്മീയ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ when we look into our spiritual life, ഇന്നത്തെ ആത്മീക ലോകം വലിയ പരാജയത്തിലേക്ക് പോകുകയാണ്. we have noticed that in spiritual warfare there are a lot of failures that we can notice. എന്താണ് പരാജയം? What is the failure? പരാജയം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആത്മീക വിഷയങ്ങളിൽ നിന്ന് ദൈവിക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് നമ്മുടെ പരാജയം. The failure that we see in spiritual warfare is that we are going away from the Lord's presence. വചനം വായിക്കുവാനും ആരാധനയ്ക്ക് താല്പര്യം കൊടുക്കുവാനും ആരാധനയെ അംഗീകരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ അനേകർ മടി കാണിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. We have come to a point where people are lazy to read the word of God or meditate the word of God or even to worship the Lord or to pray in the Lord's presence or even to come and worship the Lord in the church. ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ ആത്മീക അഭിവൃദ്ധിയിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ നിന്നു. Once the European countries were well off in their spiritual life, in
in higher ranking. ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങൾ അനേകം മിഷണറിമാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. England was a place of people who have been missionaries to various countries, and they have sent them for it. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് സഭകൾ അടഞ്ഞു പോവുകയാണ്. In such countries today we notice the church have been closed. എന്ത് കാരണം കൊണ്ട് സഭകൾ അടഞ്ഞു പോകുന്നു? What is the reason that the churches are closed? മുൻപേ നടന്ന അനേകരുടെ ഭക്തിയില്ലാത്ത ജീവിതവും വിശ്വാസമില്ലാത്ത പ്രവൃത്തികളുമാണ് സഭകളെ തകർക്കുവാൻ കാരണമായത്. The reason why the churches are destroyed now is because the word and the action does not go along, and that was the reason behind the failures. സഭയുടെ പ്രാധാന്യം നാം മറന്നു പോകരുത്. Don't forget the importance of church. എന്താണ് സഭ? What is a church? നമ്മൾ പറയാം ജസ്റ്റ് സിമ്പിൾ, ഒന്നും അല്ലെന്ന് പറയും. Sometimes you might say it's nothing. പക്ഷെ സഭ എന്ന് പറയുന്നത് വളരെ വലിയ വില കൊടുത്ത ഒന്നാണ്. A church is a thing that has been given a big price for it. ഇന്നിവിടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും വലിയ വിലയുള്ളവരാണ്. You remember that whoever sees me or sees you to understand that we all are very much in price. നമ്മൾ ഓരോരുത്തരും നമ്മളായി തന്നെ ഒരു വലിയ വിലയുള്ളവരൊന്നുമല്ല. We are not valuable by our own self. എന്നാൽ But ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അരിമ രക്ഷകനാകുന്ന കർത്താവ് എന്ത് ചെയ്തു? 33 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. the one thing that we should understand, 2000 years ago, our Savior had given his life for you and for me, that we will be saved. പാപികളും ദോഷികളുമായിരുന്ന നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. So a sinner like us, what did he do? He redeemed us from it. അങ്ങനെ വീണ്ടെടുത്തത് കൊണ്ട് വിലയില്ലാത്ത എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്തു? ദൈവമക്കൾ എന്ന ഒരു പ്രിവിലേജ് കിട്ടി. Since he redeemed us, we have a value, and that's how we have been named as his children. അപ്പൊ സഭയുടെ വിലയെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വിടുവിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സഭയുടെ വില. So the value of a church is the blood that's shed by Christ for you and for me. ഇത്രയും വിലയുള്ള ഒന്നിനെ അവഗണിച്ച് കാണുവാനല്ല ദൈവം നമ്മളെ വിളിച്ച് മക്കളാക്കിയിരിക്കുന്നത്. God did not call you and me to be his children to ignore all these. ഈ വർഷാവസാനത്തെ സൺഡേയിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. When we have come to the last Sunday of this year, കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിതത്തിൽ in the past in our life, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെ എത്ര നല്ല വിശ്വസ്തത പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. how many of us were able to be faithful in the things that we should do? ഒരുപക്ഷെ പല തടസ്സങ്ങളും നമ്മളുടെ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്നു We വരാം. might be able to say certain excuses or reasons why we couldn't do it because of circumstances or situations. ഇന്ന കാരണം കൊണ്ട് ഞാൻ അതൊക്കെ ഉദാസീനതയായി വിചാരിച്ചു എന്ന് നമ്മൾ പറയാം. Sometimes we might say because of these reasons is the cause of me being away from everything. പക്ഷെ ഒരു കാര്യം ദൈവവചനം വിളിച്ചു പറയുന്നു. But one thing the word of God says, ഏൽപ്പിച്ച ദൈവം തന്റെ ഏൽപ്പിച്ചവരോട് കണക്ക് ചോദിക്കും. so whatever God has bestowed on each person, God will surely ask the account of it. ഈ ചരിത്രഭാഗം അതിന്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് അതാണ് കാണുവാൻ കഴിയുന്നത്. That is what we notice when we see the history of behind it. താലന്തുകൾ ഏൽപ്പിച്ചവനോട് ദൈവം കണക്ക് ചോദിച്ചു. So the God will ask the question to the people whom he has given the talent. എന്നാൽ കണക്ക് ചോദിച്ചിട്ട് അതിന്റെ പരിണിത ഫലം നമുക്ക് കാണാൻ കഴിയുന്നത് What we notice after asking the account of it, വിശ്വസ്തനായവനെ ദൈവം അംഗീകരിക്കുന്നു. so people who have been faithful, God accepts them. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, What I want to say to every one of you gathered here is, മനുഷ്യരെന്ന നിലകളിൽ ഇന്നലകളിൽ ഒരുപക്ഷെ നമുക്കൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. as humans, we all would have got some way or the other kind of failures. ഒത്തിരി കുറവുകൾ നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടാകാം. There must be a lot of weaknesses in us. എന്നാൽ ഒരു ദിവസം നമ്മളോട് കണക്ക് ചോദിക്കുമ്പോൾ But one day when God judges or asks the account of it, നമ്മളുടെ കുറവുകളെക്കാൾ വലുതായി നമ്മളിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ എത്ര വിശ്വസ്തയോടുകൂടി ചെയ്തു എന്നുള്ള ഒരു നല്ല താല്പര്യം നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. the most important thing that we should have in our life is when God asks an account,
we should have the thing that what He has given us to do in more higher than what we have not done. കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ Even there's a failure that happened, അതിനെ പരിഹരിച്ച് നാം മുൻപോട്ട് പോയേ we മതിയാകത്തുള്ളൂ. have to do the correction for those things and go ഈ forward. വർഷാവസാനത്തെ സൺഡേയിൽ ഞാൻ ഇങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. The last Sunday of this month, this is what I would like to tell you. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ നാം പരിഹരിച്ചേ മതിയാകത്തുള്ളൂ. Knowingly or unknowingly, if there are things that are when shortcomings in our life, we should rectify that and come forward. ഞാൻ 2-3 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയാൻ I would ആഗ്രഹിക്കുന്നു. like to 2-3 things in front of you. ദൈവസന്നിധിയിൽ നാം എത്ര കാലം വിശ്വസ്തത കാണിക്കണം? How long should we be faithful in the Lord's presence? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Book of Revelation chapter 2 verse 10. എത്ര കാലം നാം ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിക്കണം? How long should we be faithful? 2:10. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. That's what I was trying to tell you. എത്ര കാലം നമ്മൾ വിശ്വസ്തരായിരിക്കണം? How long should we be faithful? 1 വർഷം, 1 year? ഒരാഴ്ച? 1 week? നമ്മൾ സ്നാനപ്പെടുത്തുമ്പോഴൊക്കെ ദൈവദാസന്മാർ സ്നാനപ്പെടുത്തിപ്പെട്ട് കയറുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. When we finish our baptism, we stand up, and this is what a statement that servants of അതാണ് God ഇവിടെ tell. ഇപ്പൊ നമ്മൾ പറഞ്ഞത്. That is what we read just now. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാം. We should be faithful until death. സ്തോത്രം. Amen. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാം. We should be faithful until death. സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങളിൽ, The responsibility God has bestowed on us, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ, the things that God has bestowed in our life, the responsibilities, മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. till death we should be faithful. ചിലർ ഒരാഴ്ച വിശ്വസ്തരായിരിക്കും, Some people are faithful for 1 week. ചിലർ ചില വർഷങ്ങൾ വിശ്വസ്തരായിരിക്കും. Some people be very faithful till ഈ 2 years. കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ When we look around us now, അനേകര് പിന്മാറി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. we notice that many people are backsliding away from ഞാൻ God. ഒരു കാര്യം പറയാം. I would like to tell you one thing. നമ്മള് ഈ ദൈവവചനം കേട്ടാണ് അല്ലെങ്കിൽ അനുഭവിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. When we came to the Lord's Prayer, we heard the word of God, or we experienced the word of God, and then came to Him. അനുഭവിച്ച ദൈവവചനം അനുഭവിച്ച് മനസ്സിലാക്കി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും, A person who heard and experienced the voice of God, ലോകത്തിൽ ആരെയും നോക്കി പിന്തിരിഞ്ഞു പോകുവാൻ ദൈവവചനം അനുവാദം കൊടുത്തിട്ടില്ല. God's word has not given a right for anybody who heard the voice of God and to backward himself. ഈ പ്രസംഗിക്കുന്ന ഞാൻ പിന്തിരിഞ്ഞു പോയാലും, Even a preacher and me who try to go backslide, എന്നിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചാലും, even there's any shortcomings in my life, അത് നിമിത്തമല്ല നിങ്ങളായിരിക്കുന്നത്. that is not the same way you are. നിങ്ങളിൽ ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാലും, Even if others or you are being backslided, അത് നിമിത്തമല്ല ഞാനായിരിക്കുന്നത്. that is not the reason why I'm here. എന്നെ കർത്താവ് ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. God has given responsibility individually. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ ഞാൻ വിശ്വസ്തനായേ പറ്റത്തുള്ളൂ. I should be faithful in the responsibility or duty that God has bestowed in me. ഇന്ന് അനേക പ്രസംഗീയര് ദൈവദാസന്മാര് ഇങ്ങനെയുള്ള ദൗത്യങ്ങളെ കുറിച്ച് സാധാരണ നിലയിൽ പ്രസംഗിക്കാറേ ഇല്ല. Then usually people who preach the word of God do not tell about the responsibility of the duties that God has kept on us. ഞാൻ എല്ലാ ദിവസവും യൂട്യൂബ് ഇടാറുണ്ട്. Every day I used to put a YouTube ഷോർട്ട് മെസ്സേജും ബിഗ് മെസ്സേജും ഒക്കെ ഇടാറുണ്ട്. a short message and a longer messages. എന്നാൽ അനുഗ്രഹത്തിന്റെ മെസ്സേജ് ഇട്ടാൽ നല്ലതായിട്ട് ആൾക്കാർ കാണും. When the words of blessing has been shown, many people watch it. ചില സമയത്ത് 4000 പേര് വരെ കണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. I still notice that 4,000 above people have watched ചില messages. മാസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് ഇട്ട് 8300 പേര് കണ്ടു. A few months ago when I put a message, 8,000 above people watched it. അതേസമയം കറക്ഷന്റെ മെസ്സേജ് ഇട്ടാല്, But when I put the message of correction, ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ പിന്നെ ആൾക്കാർ അവതരോട് നോക്കത്തേ ഇല്ല. by seeing the title itself, the people don't listen to the message. ചിലപ്പോ 100 പേരെ കാണത്തുള്ളൂ, Maybe 100 people will listen to it. ചിലപ്പോ 50 പേരെ കാണത്തുള്ളൂ. Sometimes 150 people will be watching it. അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കെല്ലാം വലിയ സന്തോഷമുള്ള കാര്യമാണ്. We all are so happy
happy of the blessings. പക്ഷേ But അനുഗ്രഹം സന്തോഷമുള്ളപ്പോൾ തന്നെ as blessing is giving us happiness, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് what God expects from us is ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. God is expecting to be disciplined in each situation. ഇന്നത്തെ ആത്മീക സഭകൾ, ദൈവദാസന്മാർ And the churches and the servants of God, ദൈവവചനത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. they are running away from the actual sense of meaning of the word of God. ഞാൻ വ്യക്തമായി എന്റെ ദൈവവചനത്തിന്റെ കാഴ്ചപ്പാട് വെച്ച് ഞാൻ പറയട്ടെ, I'm telling you about the knowledge that I have about the word of God. അങ്ങനെ ഓടിപ്പോകുന്ന വിശ്വാസികളും അങ്ങനെ തളർന്നു വീഴുന്ന ദൈവദാസന്മാരും എല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. The servants of God or children of God who run away from the word of God, they have to give an account of it. വിശ്വസ്തതയിൽ ദൈവസഭയെ നയിക്കാത്തവർ കണക്ക് കൊടുക്കേണ്ടി വരും. People are not faithful and running the church, they have to be accountable to God. തെറ്റിന് കണ്ണടയ്ക്കുന്നവർ കണക്ക് കൊടുക്കേണ്ടി വരും. People who close their eye by even seeing the wrongs they do, they have to give an account to God. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. This is how I think. ആൾക്കാർ സഭയിൽ വന്നാലും ഇല്ലെങ്കിലും Even if people come or not to the church, തെറ്റാണെന്ന് തന്നെ പറയണം. what is wrong, it should be wrong, we should say it. ഇന്ന് അനേകർ ചിന്തിക്കുന്നത് അങ്ങനല്ല. This is not the way that people think today. ആൾക്കാർ വരണം, People have to come. പണം ഉണ്ടാക്കണം, We have to make up money. പലതും നേടണം. We have to gain something. അതിനുവേണ്ടി പല കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കും. For that, people join with those kind of people. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, One thing I like to say, തെറ്റിനെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. don't accept the wrongs that people do. തെറ്റിനോട് കോംപ്രമൈസ് ചെയ്യുന്നവരല്ല നമ്മള്. We are not people who compromise to the wrongdoing. പത്രോസ് വിളിച്ചു പറയുകയാണ് ഒരു ദിവസം, One day Paul says this, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനും the person whom you crucified, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. the God whom the Jesus whom you who resurrected, is about him that we have proclaiming. ആ കാലത്ത് ഏറ്റവും എഗനിസ്റ്റ് യേശുക്രിസ്തുവിനോടായിരുന്നു. Everybody was against Jesus. യേശുക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്നവരെ തല്ലുകയും അടിക്കുകയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്ത ഒരു കാലം. It was a time period where people were beating and putting them in prison who have accepted or proclaiming about Jesus. ആ കൊന്നവരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, And then looking at the people who killed them, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. we are preaching the gospel of the Christ and whom you crucified. എന്ന് പറഞ്ഞാൽ മരണത്തെ കുറിച്ച് അല്ലെങ്കിൽ തെറ്റിനെ കുറിച്ച് അവർ കോംപ്രമൈസ് ചെയ്തില്ല. That's what is saying is they did not compromise for anything. അവർ ഏൽപ്പിച്ച ആത്മീക മൂല്യങ്ങളിലും ദൗത്യങ്ങളിലും നിലനിന്നു. They stood firm in the spiritual warfare and to the responsibility bestowed on them. ഇന്ന് പകലിൽ ദൈവസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ, When we are in the Lord's presence, നമ്മൾ ഒറ്റപ്പെട്ടവരാണെങ്കിലും though we are kept alone, ചെറിയവരാണെങ്കിലും even though we are small, നമ്മുടെ പലവിധ ഞെരുക്കങ്ങൾ നമുക്കുണ്ടെങ്കിലും we have a lot of kind of tightness. ദൈവം ഏൽപ്പിച്ച മൂല്യങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും നിന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തരും. Then when we are standing firm for the word of God, that God will open for us the thing that is needed for us. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു വന്നത്, What I was saying, the first one is, എത്ര കാലം നമ്മൾ വിശ്വസ്തരായിരിക്കണം? how long should we be faithful? മരണത്തോളം. Till death. മരണത്തോളം. Till death. മരണത്തോളം. Till death. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നമ്മൾ We വിശ്വസ്തരായിരിക്കണം. should be faithful till death. ഇനി എങ്ങനെ നമ്മൾ വിശ്വസ്തരായിരിക്കണം? How should we be faithful? ദൈവം ഏൽപ്പിച്ച കൽപ്പനകളെ അതതുപടി അനുസരിച്ച് നാം വിശ്വസ്തരായിരിക്കണം. We should be faithful to God by obeying the commandments of the law that He gave us. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ ഒന്നും വിട്ടുകളയരുത്. We should not keep away even one of the responsibility God bestowed on us. ഞാൻ ഒരിക്കലും ഒരു അനുഭവ കഥ വായിച്ചത് ഞാൻ ഓർക്കുന്നു. I remember that I read a testimony of a person. C.T. സ്റ്റഡ് എന്ന് പറയുന്ന ഒരു വയോധികനാകുന്ന വിശ്വാസിയുടെ അനുഭവ കഥ. It was a story of a person's experience named T.D. Stead. അദ്ദേഹം ഒരു വൈകിയ വേളയിൽ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിൽ അരണ്ട വെളിച്ചത്തിൽ വളരെ വെളിച്ചക്കുറവിലിരുന്ന് ബൈബിൾ ഇങ്ങനെ തപ്പി അന്വേഷിച്ച് അദ്ദേഹം വായിക്കുകയായിരുന്നു. This person under the shady dull lighting, he was reading the word of God. വളരെ പ്രായമുള്ള ഒരു വയോധികനായ മനുഷ്യനായിരുന്നു. He was an old person, old man. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തുക്കൾ രണ്ടുപേര് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. Two of his friends came near him. അദ്ദേഹത്തോട് ചോദിച്ചു, They asked him, നിങ്ങൾ എന്താണ് ഈ ഇരുണ്ട വൈകിയ വേളയിൽ ഈ ബൈബിൾ വെച്ചുകൊണ്ട് ഇങ്ങനെ
അന്വേഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. So he asked him, why are you struggling and reading the word of God? അപ്പോൾ ഈ C.T. സ്റ്റഡ് പറഞ്ഞ വാചകം വളരെ വ്യക്തമാണ്. And this was clearly said by T.D. Stead. എന്റെ ജീവിതത്തിന്റെ അവസാന കാലയളവിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. I am coming close to the end of my times. എന്നാൽ But ഈ വചനത്തിൽ ഒട്ടുമുക്കാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചാണ് പോകുന്നത്. 90% of things what according to the Bible is said, I'm following. എന്നാൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ദൈവവചനത്തിൽ അന്വേഷിച്ചു നോക്കുകയാണ്. I was just searching whether there's anything that I forgot to do. ഞാൻ ചില വർഷങ്ങൾ കൊറിയക്കാരുടെ കൂടെ വർക്ക് ചെയ്തു. For some time I was working along with the Koreans. വളരെ പ്രായമുള്ള പലരോടും എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. I had a lot of good close connection with the people who were very old. അവരുടെ പലരുടെയും വീടുകളിൽ ഞാൻ I have പോയിട്ടുണ്ട്. been to their residence too. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, One thing that I've noticed, അവരിൽ പ്രായമുള്ളവരൊക്കെ the people who are so old in age, നമ്മുടെ ബൈബിൾ പോലുള്ള കുറച്ചുകൂടെ വലിയ ബൈബിളാണ്. it's not like our Bible, they have a bigger Bible. ആ ബൈബിൾ ഇങ്ങനെ എടുത്തു വെക്കും. They'll keep the Bible. അതുപോലെ ഇത്രയും വലിയൊരു ബുക്ക് കാണും. They'll have another notebook. എന്നിട്ട് ആ ബുക്കിനകത്ത് ഇങ്ങനെ എന്തൊക്കെയോ വായിച്ചിട്ട് ഇങ്ങനെ ബൈബിളിൽ നിന്ന് എഴുതും. They read the word of God and then write the things in that book. അപ്പൊ ഞാൻ ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, I asked few people like this, ഇവരെന്താണ് ഈ ബൈബിൾ വായിച്ചിട്ട് എഴുതുന്നത്? what are they reading the Bible and writing it down? നമ്മളുടെ ആൾക്കാരിൽ അങ്ങനെയുള്ള ശീലം വളരെ കുറച്ചേ ഞാൻ കാണാറുള്ളൂ. I see rarely people of our group, our community, who read the Bible like that. പക്ഷേ അവരിൽ ഒട്ടുമുക്കാൽ എല്ലാവരും അത് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. But I noticed that 95% of people were doing the same thing. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ വാചകം ഇതാണ്. But this is what they answered when I asked them the scripture. അവർ ദൈവവചനം വായിച്ചിട്ട് After reading the word of ആ God, വായിക്കുന്ന സമയത്ത് ദൈവം അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ ആ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. so when they read the word of God, what voice the Lord tells them, that is what they're noting down in that book. നമ്മൾ എങ്ങനെ വായിക്കുന്നത്? How do we read? വായിച്ച് തീർക്കാൻ വേണ്ടി ഒരു 3 ചാപ്റ്റർ അങ്ങ് വായിക്കും. For sake of finishing the reading, we read 3 chapters together. പക്ഷെ അവരൊക്കെ വായിക്കുന്ന അങ്ങനെയല്ല. But that's not the way they read. ദൈവം സംസാരിക്കാൻ വേണ്ടിയാ വായിക്കുന്നത്. God's word has been read to us. അപ്പൊ നമ്മൾ ദൈവവചനം വായിക്കുമ്പോ എങ്ങനെ വായിക്കണം? So when we read the word of God, how should we read it? ദൈവവചനം കേൾക്കുമ്പോ എങ്ങനെ കേൾക്കണം? When we listen to the word of God, how should we listen? പ്രസംഗം കേൾക്കുമ്പോ നമ്മൾ എങ്ങനെ കേൾക്കണം? When we hear the preaching, how should we listen? ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന് വിചാരിച്ചു ചെയ്യണം. Then when we should pray that, Lord, I want you to hear my prayer. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? Is that the way that we do? അങ്ങനെ അല്ലെങ്കിൽ If we're not doing the വലിയ same ഒരു way. പ്രയോജനമില്ല. മറ്റെന്തെങ്കിലും വായിക്കുന്ന പോലെ ഉള്ളൂ ഇതും വായിക്കുന്നത്. So if there's no meaning if you read that book without understanding, like it's similar to reading some other books. എന്നാൽ ദൈവവചനം വായിക്കേണ്ടുന്നത് പോലെ വായിച്ചാൽ But when we read the word of God in the way we should read, അത് രൂപാന്തരം വരുത്തും. it will transform us. അത് നമുക്ക് പരിവർത്തനം ഉണ്ടാക്കും. It will give us a great change in us. അത് നമ്മളെ ഒരു ശക്തിയുള്ള മനുഷ്യനാക്കി മാറ്റും. It will give us strength and become strong person. അത് നമ്മിൽ ദൈവത്തിന്റെ കൃപ പകരും. It will bestow on us God's power. അത് നമ്മളെ തെറ്റുകളെ കുറിച്ച് ബോധ്യം വരുത്തും. It will tell us the wrongs that we do. അത് നമ്മളെ കൃപയിലേക്ക് നടത്തും. It will lead us to grace. അപ്പൊ ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോ, And so as we are in the Lord's presence, നമ്മൾ ദൈവവചനം വായിക്കുമ്പോ when we read the word of God, ഒരു രൂപാന്തരം നമ്മിൽ സംഭവിക്കത്തക്കവണ്ണം ദൈവവചനം വായിക്കണം. let us read the word of God in such a way that there will be a change in us. ഒരു ദൈവിക തൊടിയിൽ നമ്മൾ സംഭവിക്കത്തക്കവണ്ണം നമ്മൾ ദൈവവചനം വായിക്കണം. When we read the word of God, the word of God should touch our hearts. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മളിൽ ഉണ്ടാകാം. There can be different kinds of beliefs that we have. പക്ഷേ ഈ ദൈവവചനത്തിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ശക്തി ഒന്നേ ഉള്ളൂ. But the power that behind everyone is only one. ഈ ദൈവവചനത്തിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ശക്തി ഒന്നേ ഉള്ളൂ. There is only one power that's behind everything. ആ ശക്തി നമ്മളോട് സംസാരിച്ചേ മതിയാകത്തുള്ളൂ. That power should speak to us. അപ്പോൾ നമ്മൾ എത്ര കാലം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു. I told you how long we should live faithful in His presence. എങ്ങനെ നാം ദൈവകൽപ്പന അനുസരിക്കണമെന്ന് പറഞ്ഞു. I told you how we should follow the law of God. അടുത്തത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. The next thing what I'd like to say is, ദൈവം അന്വേഷിക്കുന്നത് ആരെയാണ്? who is God searching? കള്ളത്തരം പറയുന്നവരെയാണോ? Is He searching people who are telling lies? ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെയാകട്ടോ. God is searching for the faithful. ദൈവം അന്വേഷിക്കുന്നത് ആരെയാണ്? Who is God searching? വിശ്വസ്തന്മാരെ. Faithful people. ദൈവത്തിനല്ലാത്തവരെ വേണ്ട. Those who are not faithful, He doesn't want them. നമ്മൾ ഏത് ജാതിയാകട്ടെ, Whichever tribe we belong ഏത് to, ഭാഷയുമാകട്ടെ, let us speak any language. ഏത് രാജ്യത്തും ജീവിക്കട്ടെ, Let us
leave any world. ഒരു കുഴപ്പമില്ല. No problem. ദൈവം അന്വേഷിക്കുന്നത് ആരെ അന്വേഷിക്കുന്നുള്ളൂ? But whom is God searching? ഓ, വിശ്വസ്തന്മാരെ. God is searching the faithful. ദൈവം കേൾക്കുന്നത് ആരെയാണ് കേൾക്കുന്നത്? Whom does God listen to? ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. There's a word that says in the Bible. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. That the servants were speaking to one another. എന്താ അടുത്ത വാചകം പറയാമോ? Can you tell what is the next verse? ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. And God keenly listened to their അപ്പൊ conversation. ദൈവം കേൾക്കുന്നത് ആരെയാ? Then whom does God listen to? ഭക്തന്മാരെ. The people who have faith in God. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോ When we have come to the Lord's presence this morning, ദൈവം അന്വേഷിക്കുന്നത് ആരെയാണ്? whom is God searching? വിശ്വസ്തന്മാരെ. Faithful people. സ്തോത്രം. Amen. ഈ ചുറ്റുപാടുകളിൽ 10,000-കണക്കിന് ദൈവഭക്തന്മാരുണ്ട്. There are people around our place who are faithful. നമ്മള് ദൈവഭക്തന്മാരല്ലെന്ന് ചിന്തിക്കുന്ന പലരും ഒരുപക്ഷെ ദൈവത്തിന്റെ കണക്ക് കൂട്ടലിൽ വളരെ ഭക്തന്മാർ തന്നെയായിരിക്കും. According to us, those people are not faithful, but in the sight of God, they will be people who are faithful. നമ്മൾ ഭക്തന്മാരെന്ന് കരുതുന്ന പലരും അവിശ്വസ്തന്മാരായിരിക്കും. Whomever we may consider as faithful, they are the people who are not faithful. അപ്പോൾ ദൈവത്തിന്റെ അളവുകോലിനകത്ത് നമ്മൾ വളർന്നേ പറ്റത്തുള്ളൂ. So we should grow in the measurement of God. ഇന്ന് പകരം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. I say one more thing. ദൈവത്തിന്റെ അളവുകോലിനൊത്ത് നമ്മൾ വളരണം. Let us grow according to the scale of God. എന്തെങ്കിലും കാപട്യവും കള്ളത്തരവും ഒക്കെ കാണിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ ദൈവം ചോദ്യം ചെയ്യുമേ. Don't forget, if you do things against the will of God, God will ask you an account of it. ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പ്രസംഗിച്ചെന്ന് പറഞ്ഞ് എന്നെ ഒന്നും വിടത്തില്ല. ഞാൻ കള്ളത്തരം കാണിച്ചാൽ എന്നോട് ചോദിക്കും. Even though I speak all this, if I am not faithful and I do something wrong, He will also ask me an account of it. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വായിച്ചത്. That's why we read. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്നവനാണ് നമ്മുടെ ദൈവം. Our God, the God who makes us faithful in greater things when we are faithful in small things. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, What I'm saying is, ദൈവം നമ്മളുടെ ഹൃദയ വിശ്വസ്തതയെ അന്വേഷിക്കുന്നു. God is searching for our faithfulness. വിശ്വസ്തന്മാരെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. It's so difficult to search for the faithful. എന്നാൽ ദൈവം തരുന്ന ആയുസ്, സാഹചര്യങ്ങൾ, സമയങ്ങൾ ദൈവിക വിശ്വസ്തത നിലനിർത്തി ജീവിക്കാം. Let us lead a life that we are faithful in the lifespan that God has given us, and whatever we do, let us be faithful. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. There's so many things to പക്ഷെ say. ഞാനത് പറയുന്നില്ല. I'm not going to say ഞാൻ that. ഒന്ന് ചോദിക്കട്ടെ. I'll ask you a question. ദൈവം നമ്മളെ നോക്കിയാൽ, If God looks at us, ദൈവം നമ്മളെ ശ്രദ്ധിച്ചാൽ if God notices, എങ്ങനെ ശ്രദ്ധിക്കും? how will He notice? ഞാൻ പറഞ്ഞു, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. So I've said to you that when two faithful saints were talking to each other, God was keenly listening to them. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നത്, Another place we read like ഞാൻ this. യഹോവയ്ക്കായി കാത്തിരുന്നു. I waited upon the Lord. കാത്തിരുന്ന എന്താ പ്രത്യേകത? What is the great thing of waiting upon the Lord? അവൻ എങ്കലേക്ക് ചാഞ്ഞു വന്നു. And when I was waiting upon the Lord, He listened or leaned to അപ്പൊ me. യഹോവയ്ക്കായി കാത്തിരുന്ന If we are waiting for the Lord, ദൈവം നമ്മളെ ശ്രദ്ധ വെച്ച് കേൾക്കും. so when we are waiting for the Lord will keenly listen to us too. ഇത്രയും നാളെ നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിലും Even though we knew about this so much ഒന്നുകൂടെ long, ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. I just recollect or rewinded the thing of it ഈ again. 2025 നമ്മളെ വിട്ടു പോവുകയാണ്. 2025 is going to leave us soon. ദൈവം തരുന്ന ആയുസ് The lifespan God has given. ഇനിയും ദൈവം നമുക്ക് മുമ്പോട്ട് തരുന്നെങ്കിൽ, If He is keeping it for some more time, ഒന്ന് എന്റെ സംസാരം, my speech, എന്റെ ജീവിതത്തിന്റെ വിശ്വസ്തത, my faithfulness, my life, ഞാൻ യഹോവയെ കാത്തിരിക്കുന്നത്, waiting upon the Lord, ഞാൻ മരണപര്യന്തം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുമെന്നുള്ള ഉറപ്പോടെ to have a confidence that I'll be faithful till death, ദൈവിക മൂല്യങ്ങളെ നിലനിർത്തി ജീവിക്കാം. and to abide with the rules and regulations of God. മറ്റുള്ള എല്ലാവരും ജീവിക്കുന്നത് പോലെ ഒരു ദൈവപൈതലിന് ജീവിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. Children of God, remember that we cannot lead a life the way others are living. ജീവിക്കാൻ പറ്റുമോ? Can you live like that? പാട്ടിൽ ഇങ്ങനല്ലേ നമ്മളെ, ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്ന് എപ്പോഴും ആനന്ദിക്കുന്നു. So as we sang a song that when those who were with the Lord were faithful and they stood like that. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ദൈവത്തിന് എന്നെയോ നിങ്ങളെയോ ഉപയോഗിക്കണമെങ്കിൽ മിസ്രയീമിലെ നിക്ഷേപം വിട്ട് മോശെ ഇറങ്ങിയേ പറ്റുള്ളൂ. So if you want to be in the Lord's presence,
like Moses, you should leave the valuable things in Egypt and come to the Lord's presence. അതുപോലെ ദൈവത്തിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ബാബേൽ രാജ്യത്തുള്ള ശാഖപദാർത്ഥങ്ങൾ നീ കഴിച്ചേ പറ്റത്തുള്ളൂ. So if there are things that you want the miracle to happen in your life, whatever you should eat it and then go forward. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമുക്കുണ്ട്. We have a standard of life that God has kept. പക്ഷെ ഇന്ന് ഇത് പ്രസംഗിച്ച ആർക്കും ഇഷ്ടപ്പെടത്തില്ല. When we preach it, nobody likes it. പക്ഷെ ദൈവവചനം സത്യമാണ്. The word of God is true. ദൈവവചനം തന്നിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട്. There is a standard of life with the word of God. അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതിന് തക്കവണ്ണമുള്ള പ്രതിഫലം നമുക്ക് കിട്ടിയിരിക്കും. Those who are following it, there will be a reward or an account of blessings. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയത്തിൽ കൺസേൺ എടുത്തേ പറ്റത്തുള്ളൂ. So we have to take a great step for this. ഇതിന് പ്രാധാന്യം കൊടുത്തേ പറ്റത്തുള്ളൂ. We have to give importance for this. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. There is a thing that God has kept, a standard that He will ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ വളർന്നേ മതിയാകത്തുള്ളൂ. that same standard we also have to grow. നമ്മുടെ പ്രകസനങ്ങളൊന്നും ദൈവസന്നിധിയിൽ വകപ്പോകത്തില്ല. There will not be any value for the pretension that we do in front ഇന്ന് of Him. പകലിൽ ദൈവസന്നിധിയിൽ In this morning, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് and be faithful and trusting in Him. ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ Let us be faithful in the things that He wants us to do. നമുക്ക് വരുന്ന നാളുകളിൽ ദൈവം ആയുസ് തരുന്നെങ്കിൽ If the coming days God's going to give us a long അങ്ങനെ life, ഒരു തീരുമാനം എടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. let us take such a decision and go forward. അങ്ങനെ മുമ്പോട്ട് പോയാൽ If we go forward, അതായിരിക്കും നമുക്ക് അനുഗ്രഹം. that will be a blessing in our life too. അങ്ങനെ നിന്ന If we stand like that, അങ്ങനെ നിൽക്കുന്ന ദൈവപൈതലേ, those children of God who are standing in firmness, ദൈവവചനം പറയുന്നത് നിനക്ക് കഷ്ടം വരത്തില്ലെന്നൊന്നുമല്ല, the word of God does not say that you will not have difficulty. പ്രശ്നം വരത്തില്ലെന്നല്ല. It doesn't say that you will not have പക്ഷേ difficulty. കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാലും Even struggles and trials come into you. അതിന്റെ മുമ്പിൽ നിന്നെ ജയാളിയായി ദൈവം നിർത്തും. In the midst of those kind of trials and temptation, He will make you victorious and stand firm. നിനക്ക് തോൽവി സംഭവിക്കത്തില്ലെന്നല്ല, Not that you won't have ആ failures. തോൽവിയുടെ നടുവിൽ ദൈവം നിന്നെ പിടിച്ച് കരകയറ്റും. In the midst of your failures, God is going to hold your hand and lift you up. അതുകൊണ്ട് So, ദൈവസന്നിധിയിൽ in the Lord's presence, ദൈവം ഏൽപ്പിച്ചതിൽ മാത്രം whatever God has bestowed in you, വിശ്വസ്തയോടെ ജീവിക്കാം. let us be faithful in what He has given ഈ us. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. Let the Lord bless us through His word. ആമേൻ. Amen.